പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാലം ജ്വലിപ്പിച്ച നിറവാർന്ന സന്ധ്യയ്ക്ക് കൂപ്പുകൈ പ്രണാമം. വയലാർ രാമവർമ്മ മലയാളികൾക്കായി നൽകിയ എല്ലാ ഗാനങ്ങളും കവിതയുടെ നിറവാർന്ന മാദകത്വം തുളുമ്പി നിൽക്കുന്നവയായിരുന്നു. അത് രമണീയമായ വാഗ്മയങ്ങളിലൂടെ മാനവിക ഭാവമായ പ്രണയവൈകാരികത ചിത്രശലഭങ്ങളാക്കി ഉയർന്ന വിധാനങ്ങളിലേക്ക് ഉയർത്തുന്ന കാവ്യഗന്ധർവനെ മറക്കാൻ പറ്റുമോ? നമ്മൾ വിവർത്തനം ചെയ്ത ഗാനങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിൽ സമ്മതമാണല്ലോ. വൃശ്ചികമാസത്തിലെ നിലാവ് കച്ചമണികളുടെ നൃത്തം കണ്ട് നാണം കൊണ്ട് കണ്ടുപൊത്തുകയാണിവിടെ. ഒന്ന് കണ്ടു നോക്കൂ. കച്ചമണികൾ നൃത്തം വയ്ക്കും വൃശ്ചികരാവുകളിൽ, കച്ചമണികൾ നൃത്തം വയ്ക്കും വൃശ്ചികരാവുകളിൽ, രാഗേന്ദുമുഖികൾ നാണത്തിലൊളിക്കും രോമഹർഷങ്ങളെ, നിങ്ങൾ പൂവിടർത്തിയ സരോവരത്തിലൻ ദേവിയുണ്ടോ ദേവി? പ്രണയം സമ്മാനിച്ച വിരഹാഗ്നിയിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രണയിനിയോട് യാത്ര ചോദിക്കുന്ന കാമുകനെ കാണണ്ടേ? നിന്റെ ദുഃഖാർദ്രമാം മൂകാശ്രുധാരയിൽ എൻ്റെ സ്വപ്നങ്ങളലിഞ്ഞു സഗദ്ഗതം, എൻ്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ മനസ്സിൻ്റെ തീക്കനൽ കണ്ണിൽ വീണൻ്റെ പൂക്കൾ കരിഞ്ഞു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ, സന്യാസിനി ഓ ഓ. തൻ്റെ പ്രണയിനിയുടെ കൂടെ ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ കൊതിച്ച കാമുകൻ അറിയുമോ? തുളുമ്പും പാൽക്കൂടം അറയിൽ വെച്ചു നീ തൊടിയിലേകാകിയായി വന്നപ്പോൾ, നിന്റെ ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ, നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ മോഹദാഹങ്ങളായിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. ഇതുപോലെ എത്രയോ മനോഹര ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ച കാവ്യഗന്ധർവൻ്റെ ഗാനമലർവാടിയിൽ നിന്നും ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി. യേശുദാസ് ആലപിച്ച കാവാലൻ ചുണ്ടൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ നിറവാർന്ന വസന്തരാവിന് തെളിതക്കുറി അണിയിക്കുന്നത്. നമുക്ക് പല്ലവിയിലേക്ക് വരാം. ഓഹോ ഓഹോ ഏലേലം, ഓഹോ ഓഹോ ഏലേലം, ആമ്പൽ പൂവേ അണിയും പൂവേ, നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. എന്തൊരു മനോഹരമായ പല്ലവിയിൽ കൂടിയാണ് ഗന്ധർവൻ തൻ്റെ മുറച്ചെറുക്കനെയും മുറപ്പെണ്ണിനെ പരിചയപ്പെടുത്തി നോക്കും. പല്ലവിയിൽ മുറപ്പെണ്ണിനെ മുറച്ചെറുക്കൻ ജലാശയത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂവിനോടും കാതിലണിഞ്ഞിരിക്കുന്ന പൂവിനോടും പരിചയപ്പെടുത്തുകയാണ്. എന്താ പരിചയപ്പെടുത്തുന്നത്? അമ്പൽപ്പൂവേ, അതുപോലെ കാതിലണിഞ്ഞിരിക്കുന്ന പൂവേ, നീ അറിഞ്ഞോ ഇവൾ എൻ്റെ മുറപ്പെണ്ണാണ്. മുറപ്പെണ്ണ് ജന്മം കൊണ്ടൊരാൾക്ക് അവകാശപ്പെട്ടവളാണ്. പലപ്പോഴും
മുറപ്പെണ്ണ് ബാല്യത്തിലെ കുസൃതികൾക്ക് സാക്ഷി ആയവളായിരിക്കും. മുൻജന്മങ്ങളിൽ എവിടെയോ വെച്ച് എൻ്റേതാകാൻ തീരുമാനിക്കപ്പെട്ടവളായിരിക്കും മുറപ്പെണ്ണ്. മുറപ്പെണ്ണ് നീ എൻ്റേതാണ് എന്ന അവകാശബോധത്തിൻ്റെ സന്തോഷമാണ് പല്ലവിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്ത് രസമാണ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആ ജലാശയങ്ങളും ആ പുഷ്പങ്ങളും മുറപ്പെണ്ണിനെ കുറിച്ചൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള ഈ കാവ്യ ഭാവന എത്ര സുഖകരമാണ് കേട്ടുകൊണ്ടിരിക്കാൻ. നമുക്ക് അനുപല്ലവിയിലേക്ക് വരാം. കുമാരനല്ലൂർ കാർത്തിക നാൾ കുളിച്ചൊരുങ്ങി ഉടുത്തൊരുങ്ങി ഇവൾ വരുമ്പോൾ തുടിക്കും മാറിൽ ചാർത്തും ഞാനൊരു തുളസിമാല താലിമാല. നോക്കൂ, അടുത്ത അനുപല്ലവി എത്ര രസമാണെന്ന് നോക്കല്ലേ. കോട്ടയം ജില്ലയിൽ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നൊരു 4 കിലോമീറ്റർ ദൂരെയാണ് കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രം. കാർത്തിക ഉത്സവം വളരെ പ്രശസ്തമാണ് ഇവിടെ. കാർത്തിക ഉത്സവത്തിൽ കുളിച്ചൊരുങ്ങി ഉടുത്തൊരുങ്ങി ഭഗവതിയെ തൊഴുതു വരുന്ന മുറപ്പെണ്ണിനെ ഒരു ദേവിയായിട്ടാണ് മുറച്ചെറുക്കൻ സങ്കല്പിക്കുന്നത്. ഈ മനുഷ്യവികാരത്തിൻ്റെ ഏറ്റവും ആർദ്രമായ ഭാവങ്ങളെ തൊട്ടുണർത്തുകയാണ് കാവ്യഗന്ധർവൻ ഇവിടെ. ഈ ക്ഷേത്ര ദർശനത്തിലൂടെ തൻ്റെ എല്ലാം നിവേദിച്ചു മടങ്ങുന്ന സ്ത്രീ കാണാൻ അഴകിൻ്റെ ദേവത തന്നെയാണ്. ക്ഷേത്ര ദർശനം കണ്ടുമടങ്ങുന്ന സ്ത്രീയെ കാണുന്ന നമുക്ക് ഒരു നിർമ്മാല്യ ദർശനം കണ്ട സുഖമായിരിക്കും. ഈ സമയത്ത് മുറപ്പെണ്ണിൻ്റെ തുടിക്കുന്ന മാറിൽ ഭക്തിയുടെ തുളസിമാലയും പ്രണയത്തിൻ്റെ സഫലീകരണമായ താലിമാലയും ഗാനത്തിൻ്റെ ഒരേ വരിയിൽ ചേർത്ത് വെച്ചതിലൂടെ കാവ്യഗന്ധർവൻ വയലാർ രാമവർമ്മ പ്രണയത്തെ എത്ര പവിത്രമായാണ് കാണുന്നത് എന്ന് വ്യക്തമല്ലേ. പ്രണയം വഴി തുറക്കേണ്ടത് കതിർമണ്ഡപത്തിലേക്കായിരിക്കണം എന്നല്ലേ കവിയോട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ചരണത്തിലേക്ക് വരാം. വിവാഹനാളിൽ നാണവുമായി വിരിഞ്ഞു നിൽക്കും കിനാവു പോലെ ഇവൾ വരുമ്പോൾ കവിളിൽ മാറിൽ കണ്ണാൽ അന്നൊരു പ്രണയകാവ്യം ഞാൻ എഴുതും. ഇതൊരു മനോഹരമാണ് അല്ലേ. മനോഹാരിത ഇങ്ങനെ വിതിർത്ത് നിൽക്കുകയാണ് ചരണത്തിൽ. എന്ത് രസമെന്ന് നോക്കൂ. വിവാഹനാളിലെ വധുവിൻ്റെ നാണത്തെ ഒരു വിരിയുന്ന സ്വപ്നത്തോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. അതിമനോഹരമായ കാവ്യാത്മസങ്കല്പമാണ് ഇത്. പ്രണയം മനസ്സിൽ ജനിക്കുമ്പോൾ അതൊരു മൊട്ടുപോലെയാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമാകുന്ന വിവാഹനാൾ ആ മൊട്ടു വിരിഞ്ഞ് പൂർണ്ണപുഷ്പമാകുന്നു. ആ നിമിഷം അവളുടെ മുഖത്ത് നാണം വിരിയുകയാണ്. ആ നാണം എന്നത് അവൾ ഇത്രകാലം കണ്ട സ്വപ്നങ്ങളുടെ സാഫല്യമാണ്. അതുകൊണ്ട് അതിനെ വിരിയുന്ന സ്വപ്നമെന്നാണ് കവിയോട് വിശേഷിപ്പിക്കുന്നത്. വിരിഞ്ഞു നിൽക്കുന്ന പൂവിൻ്റെ ലാവണ്യം പോലെയാണ് വധുവിൻ്റെ നാണവും. ആ നാണം കേവലം മൗനമല്ല, വിടരാൻ കൊതിക്കുന്ന വസന്തത്തിൻ്റെ തുടക്കമാണ്. അതും മുറച്ചെറുക്കിൻ്റെ കൂടെയുള്ള ജീവിതയാത്രയുടെ തുടക്കം. ഇത്ര മനോഹരമാണല്ലേ. ഇതിങ്ങനെ മനുഷ്യ വൈകാരികതകളെ മുഴുവൻ തുടിക്കുന്ന ജീവനുള്ള ചിത്രശലഭങ്ങളാക്കി മാറ്റുകയല്ലേ കവിയോട് ചെയ്യുന്നത്. ഇനി അടുത്തത് പോയിന്റ് നോക്കൂ. ഈ കിനാബ് പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഇവൾ വരുമ്പോൾ കവിളിൽ മാറിൽ കണ്ണാൽ അന്നൊരു പ്രണയകാവ്യം ഞാൻ എഴുതും. വിവാഹനാളിൽ കിനാവ് പോലെ ഒരു സ്വപ്നം പോലെ മുറപ്പെണ്ണ് കടന്നു വരുമ്പോൾ വാക്കുകൾ കൊണ്ടല്ല മറിച്ച് കണ്ണുകൾ കൊണ്ട് മുറപ്പെണ്ണിൻ്റെ കവിളിലും മാറിലും പ്രണയകാവ്യം എഴുതുന്ന മുറച്ചെറുക്കൻ അദൃശ്യ സ്പർശനത്താൽ പ്രണയശൃംഗാരത്തിൽ മുഴുകുകയല്ലേ. അവൻ എഴുതുന്ന പ്രണയകാവ്യങ്ങൾ അവളുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ശൃംഗാര മന്ത്രങ്ങളായി മാറുന്നു. ഈ നിമിഷം വിവിധ വികാരങ്ങൾ ഇഴചേർന്ന
ഒരു ദിവ്യമായ ഭാവമാണ് മുറപ്പെണ്ണ് അനുഭവിക്കുന്നത്. ഇത്രയും മനോഹരമായ ഗ്രാമത്തിലെ ഒരു പാദസ്വരം പോലെ കിലുങ്ങുന്ന ഈ ഗാനം എത്ര കേട്ടാലും മതി വരുമോ? എത്ര സുഖകരമാണ്, എത്ര നൈർമല്യ ഭാവമാണ് അതിൽ മുന്തി നിൽക്കുന്നത്. നമ്മൾ ഇവിടെ പറയുകയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടജനങ്ങൾക്ക് അയച്ചു കൊടുക്കണം. ശുഭരാത്രി നേർന്നുകൊണ്ട് ഗാനം ആലപിച്ച് പിരിയുകയാണ്. ഗുഡ് ബൈ. ഓഹോ ഓഹോ ഏലേലം, ഓഹോ ഓഹോ ഏലേലം, ആമ്പൽ പൂവേ അണിയും പൂവേ, നീയറിഞ്ഞോ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്, ആമ്പൽ പൂവേ അണിയും പൂവേ, നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. ഓഹോ ഓഹോ ഏലേലം, ഓഹോ ഓഹോ ഏലേലം. ഓ കുമാരനല്ലൂർ കാർത്തിക നാൾ, കുളിച്ചൊരുങ്ങി ഉടുത്തൊരുങ്ങി ഇവൾ വരുമ്പോൾ, തുടിക്കും മാറിൽ ചാർത്തും ഞാനൊരു തുളസിമാല താലിമാല, ആമ്പൽ പൂവേ അണിയം പൂവേ, നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. ഓഹോ ഓഹോ ഏലേലം, ഓഹോ ഓഹോ ഏലേലം. ഓ വിവാഹനാളിൽ നാണവുമായി വിരിഞ്ഞു നിൽക്കും കിനാവു പോലെ ഇവൾ വരുമ്പോൾ, കവിളിൽ മാറിൽ കണ്ണാൽ അന്നൊരു പ്രണയകാവ്യം ഞാനെഴുതും. ആമ്പൽ പൂവേ അണിയും പൂവേ, നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. ഓഹോ ഓഹോ ഏലേലം, ഓഹോ ഓഹോ ഏലേലം, ഓഹോ ഓഹോ ഏലേലം.